മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് നയൻതാര നായികയായ അന്നപൂരാണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും പിൻവലിച്ച സംഭവത്തിൽ അപകടകരമായ ഒരു സമ്പ്രദായം സൃഷ്ടിക്കുകയാണെന്നും സിനിമ ഇത്തരത്തിൽ സെൻസറിങ്ങിന് വിധേയമാകുമ്പോൾ ശ്വസിക്കാൻ പോലും നമുക്ക് അനുവാദം കിട്ടാത്ത ഒരു കാലം ഉണ്ടായേക്കെന്നും പാർവതി ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിച്ചു. ശ്രീരാമനെ നിന്ദിച്ചെന്ന് കാണിച്ച് നൽകിയ പരാതിയിലാണ് നയൻതാരയ്ക്കെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തത്. ചിത്രത്തിന്റെ സംവിധായകൻ, നിർമ്മാതാവ്, നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതോടെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു. ഈ സിനിമയ്ക്ക് മുൻപും നയൻതാരയ്ക്കെതിരെ ചില സംഘാടകർ രോഷപ്രകടനം നടത്തിയിട്ടുണ്ട്. ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിൽ സീതയെ അഭിനയിക്കാൻ ഒരുങ്ങുന്ന സമയത്തായിരുന്നു നടി നയൻതാര വിവിധ സ്ത്രീകളുടെയും ഹൈന്ദവ സംഘടനകളുടെയും രോഷം ഏറ്റുവാങ്ങാൻ തുടങ്ങിയത്. രാമായണത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നയൻതാരയെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തെറ്റായ തീരുമാനമാണ് എടുത്തതെന്ന് ഹിന്ദു മക്കൾ കാച്ചി സെക്രട്ടറി പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിഹാസം. നയൻതാര മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ മോഷ്ടിച്ച് ആ ഒരു സങ്കല്പം നശിപ്പിച്ചു. അതിനാൽ സീതാദേവിയുടെ വേഷം ചെയ്യാൻ അവൾക്ക് അവകാശമില്ല എന്നായിരുന്നു അദ്ദേഹം വാദിച്ചിരുന്നത്. സീതയായി നയൻതാര ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുമെന്നും HMK പറഞ്ഞു. വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സ്ത്രീയുടെ പ്രവൃത്തി മണ്ഡലത്തെ വിലയിരുത്തേണ്ടതില്ല. ആ കാലയളവിൽ വിവാഹ കാരണങ്ങൾ പറഞ്ഞ് പുതിയ സിനിമകളൊക്കെ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്ന നയൻതാര തെലുങ്ക് സൂപ്പർ താരം ബാലകൃഷ്ണയുടെ പുരാണ സിനിമയിൽ നായികയെ അഭിനയിക്കാൻ സമ്മതം പറഞ്ഞിരുന്നു. എന്നാൽ പല വലിയ സിനിമകളും അവർ നിരസിച്ചത് ആശ്ചര്യകരമായി കണക്കാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ സീതാവേഷം നയൻതാര തന്നെ കൈകാര്യം ചെയ്തു. പിന്നീട് ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിൽ സീതയായി വേഷമിട്ട് അഭിനയിച്ച നടിക്ക് ആന്ധ്ര സർക്കാരിൽ നിന്നും മികച്ച നടിക്കുള്ള നന്ദി പുരസ്കാരവും ലഭിച്ചിരുന്നു. ശേഷം വിമർശിച്ചവരും മറ്റും വളരെ ആരാധനാപൂർവ്വം നയൻതാരയെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വിമർശനാത്മകമായ ഓരോ സാഹചര്യങ്ങളിലും ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെയാണ് ഓരോ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം മതത്തിൻ്റെയും മറ്റും പേര് പറഞ്ഞ് ഒരാളെ അതിക്രമിക്കുന്നതായിട്ടുണ്ട് കാണാൻ കഴിയുന്നത്. കാലം എത്ര കഴിഞ്ഞാലും മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇന്നും ശമിച്ചിട്ടില്ല. മനുഷ്യനുള്ള കാലം വരെയും അത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്.